നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വമ്പൻ ജയം ആഘോഷമാക്കി ഖത്തറിലെ UDF പ്രവർത്തകർ. കോൺഗ്രസ് സംഘടനയായ ഇൻകാസും മുസ്ലിം ലീഗിന്റെ KMCCയും വെവ്വേറെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വലിയ സ്ക്രീനുകൾ ഒരുക്കി കൂട്ടമായാണ് പ്രവർത്തകർ വോട്ടെണ്ണൽ ദിനത്തെ വരവേറ്റത്. 10 വർഷത്തെ ദുർഭരണമാണ് അവസാനിക്കുന്നത്. പിണറായിക്കാർ അവസാനിച്ചിരിക്കുകയാണ്. ടീം UDFന്റെ വിജയമാണിത്. UDFന്റെ വിജയം അഭിമാന വിജയമാണ്. വോട്ടെണ്ണൽ പാതി പിന്നിട്ടപ്പോഴേ ആവേശം കൊഴുത്തു. 10 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എത്തുന്ന വിജയമാണ്. അതിനെ മതിമറന്ന് ആഘോഷിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യാൻ? 10 വർഷത്തെ കാത്തിരിപ്പിന് ഏറ്റവും നല്ല അംഗീകാരമാണ് കേരള ജനത നൽകിയത്. ഇത് പിണറായി സർക്കാരിനോട് പിണറായിത്തോടുള്ള എതിർപ്പാണ്. പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ജനവികാരം ഉണ്ട് എന്നുള്ളതാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് തിരിച്ചുകുത്തിയിരിക്കുന്നത്. ആവേശത്തിരമാലയ്ക്കിടെ വിജയത്തിന്റെ അതിമധുരം പച്ചലഡുവായി പടർന്നു. പച്ചലഡു മാത്രമേ ഉള്ളൂ, പച്ചയുണ്ട്, ചോപ്പില്ല, പച്ച മാത്രം. ഈ വിജയം ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ മറുപടി. വി.ഡി. സതീശൻ പറഞ്ഞ വാക്കാണ്. ആ വാക്ക് അക്ഷരം പ്രതി നടന്നിട്ടുണ്ട്. ഞാൻ വനവാസത്തിന് പോകും എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം കോൺഗ്രസില് വി.ഡി. സതീശനല്ലാതെ വേറെ ആർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? യുദ്ധം മൂലം നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ സങ്കടം പറഞ്ഞു ചിലർ. നമ്മളെല്ലാം അങ്ങനെ കുടുങ്ങിപ്പോയതാണ്. പക്ഷെ പരമാവധി വോട്ട് ചെയ്യിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഐക്യജനാധിപത്യത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഞങ്ങൾ ഇവിടുന്ന് നടത്തിയിട്ടുണ്ട്. അതിനിടെ പഴയ പാരടിപ്പാട്ടിന്റെ കെട്ടുപൊട്ടി. മുദ്രാവാക്യം വിളികൾ ഉയർന്നു. അപ്പോ ഈ ദിവസമല്ലെങ്കിൽ ഇനി ഏത് ദിവസമാണ് UDFന്റെ പ്രവർത്തകർ ആഘോഷിക്കുക എന്നുള്ളതാണ്. ദോഹയിൽ നിന്ന് അഷ്റഫ് മുഷരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.